ഹലോ ഗേസ്, കുഞ്ഞുമക്കളൊക്കെ ഉള്ള അമ്മമാർക്കും അല്ലെങ്കിൽ കുഞ്ഞുമക്കൾക്ക് വരാൻ പോകുന്ന അമ്മമാർക്കും ഒരു ഉപകാരപ്രദമായ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടാകുമ്പോൾ ആദ്യമായിട്ടുണ്ടാകുന്ന അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരൊക്കെ ഭയങ്കര ടെൻഷനിലായിരിക്കും. അവർക്ക് ആദ്യമായിട്ട് എന്തൊക്കെ ചെയ്തു കൊടുക്കണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തു കൊടുക്കണ്ട, അങ്ങനെയൊക്കെ ഒത്തിരി ടെൻഷനായിരിക്കും അല്ലേ. അങ്ങനെ ഞാനും ഒത്തിരി കാര്യങ്ങൾ എല്ലാവരോടും ചോദിച്ചും അന്വേഷിച്ചുമൊക്കെ ചെയ്ത ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിന് കാത് കുത്തിയപ്പം കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു എവിടെ നിന്നാണ് കാത് കുത്തിയത്, അല്ലെങ്കിൽ എത്ര മാസമാണ് കാത് കുത്തിയത്, അങ്ങനെയൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാം, അപ്പോൾ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെട്ടാലോ എന്ന് പറഞ്ഞിട്ട് ഒരു കാത് കുത്തലിനെ കുറിച്ച് എന്തൊക്കെ അറിയണം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യമായിട്ട് നമുക്ക് എപ്പോഴാണ് കാത് കുത്തേണ്ടതെന്ന് നോക്കാം കേട്ടോ. ഞാൻ ഒരുവിധം ആളുകളോട് ചോദിച്ചതിൽ 80% പേരും പറഞ്ഞത് 6 മാസം തൊട്ട് 1 വയസ്സിനകത്ത് വരെ കാത് കുത്തുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് പറഞ്ഞത് കേട്ടോ. കാരണം 6 മാസം തൊട്ട് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സോളിഡൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ കാത് കുത്തുന്ന സമയത്ത് ഒരുവിധം ഓക്കെ ആയിരിക്കും. പിന്നെ 1 വയസ്സിനകത്ത് തന്നെ കുത്തണം, അല്ലെങ്കിൽ 1 വയസ്സൊക്കെ കഴിഞ്ഞാൽ കുഞ്ഞ് ഒരുവിധം അറിവൊക്കെ ആകുമ്പോൾ എപ്പോഴും നമ്മുടെ ചെവിയൊക്കെ പിടിച്ചു വലിച്ച് ഇൻഫെക്ഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ലത് 6 മാസം തൊട്ട് 1 വയസ്സിനകത്ത് വരെ എന്നാണ് പറഞ്ഞത് കേട്ടോ. എന്ന് പറഞ്ഞ് നമ്മുടെ അതിന് മുമ്പ് കുത്തുന്നവരും ശേഷം കുത്തുന്നവരൊക്കെ ഉണ്ട്. എങ്കിലും ഏറ്റവും ഒരു നല്ലതെന്ന് പറയുന്നത് 6 മാസം ടു 1 വയസ്സ് വരെയാണ്. ഞാൻ എൻ്റെ കുഞ്ഞിനെ 8ാം മാസത്തിലാണ് കേട്ടോ കാത് കുത്തിയത്. നമ്മൾ 6ാം മാസത്തിലൊക്കെ കുത്തണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ കുഞ്ഞിനൊരു അമ്പലത്തിൽ നേർച്ചയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ 8ാമത്തെ മാസത്തിലാണ് കാത് കുത്തിയത് കേട്ടോ. രണ്ടാമത്തെ ഡൗട്ട് എന്തുവാണെന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ കാത് കുത്തുമെന്നായിരുന്നു. ഞാൻ ചോദിച്ചാൽ ഒട്ടുമിക്ക പേരും നമ്മൾ ജ്വല്ലറീസിൽ കുത്തിയെന്നാണ് പറഞ്ഞത് കേട്ടോ. ജ്വല്ലറീസും ഉണ്ട്, ഇന്ന് ഹോസ്പിറ്റൽസും ഉണ്ട്, പിന്നെ നമ്മുടെ ഇപ്പോൾ ടാറ്റു സെൻറ്റർ ഉണ്ടല്ലോ, പെയിൻലെസ് ആയിട്ടുള്ള പല ഇടങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഏറ്റവും ചൂസ് ചെയ്ത് ഒരു ഹോസ്പിറ്റലായിരുന്നു. എനിക്ക് ഏറ്റവും സേഫായിട്ട് കുത്തണം, എൻ്റെ കുഞ്ഞിന് സേഫായിട്ട് കുത്തണം എന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലാണ് കേട്ടോ ചൂസ് ചെയ്തത്. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ നേരത്തെയൊക്കെ അപ്പോയിൻമെൻറ്റ് എടുത്ത്, ഞാൻ ട്രിവാൻഡ്രത്തായതുകൊണ്ട് ട്രിവാൻഡ്രത്തൊരു ചൈൽഡ് ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നാണ് കുത്തിയത്. നേരത്തെയൊക്കെ വിളിച്ച് അന്വേഷിച്ചു എങ്ങനെയാണ് അതിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്ത് പോയി കേട്ടോ. പോയിട്ട് വളരെ കുറച്ച് സമയമുള്ളൂ കേട്ടോ. ആദ്യം നമ്മുടെ ഹോസ്പിറ്റലിൽ കുത്തുന്നതുകൊണ്ട് നമ്മുടെ ENT ഡോക്ടറായിരിക്കും കേട്ടോ കുത്തുന്നത്. അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ കുത്തുന്നവരാണെങ്കിൽ ആദ്യം നമ്മൾ അപ്പോയിൻമെൻറ്റ് ഡോക്ടർ എന്നാണ് അവൈലബിൾ ആകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് പോകണം കേട്ടോ. ചുമ്മാ എന്തിനാണ് നമ്മൾ യാത്ര വേസ്റ്റ് ആക്കുന്നത്, അതൊക്കെ അന്വേഷിച്ചിട്ട് പോയാൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഡോക്ടർ ഇല്ലാത്ത സമയത്തൊക്കെയാണ് പോകണമെങ്കിൽ വീണ്ടും നമുക്കൊരു യാത്ര ആവത്തില്ല. അതുകൊണ്ട് അതൊക്കെ അന്വേഷിച്ച് വിളിച്ച് ചോദിച്ചിട്ട് പോയാൽ മതി. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ആദ്യം ENT ഡോക്ടറെ പരിശോധിക്കും, കുഞ്ഞ് ഓക്കെ ആണോ, കുഞ്ഞിൻ്റെ ഹെൽത്തൊക്കെ ഓക്കെ ആണോ നോക്കിയിട്ട് അവരെന്ത് ചെയ്യും, അവർ എനിക്കൊരു ക്രീം തേച്ച് കൊടുത്തു കേട്ടോ. കുഞ്ഞിൻ്റെ 2 ചെവിയിൽ ഒരു ക്രീം തേച്ച് കൊടുത്തു, മരവിക്കാനുള്ള ക്രീം എന്നാണ് പറഞ്ഞത് കേട്ടോ. അത് തേച്ച് കൊടുത്തിട്ട് ഒരു 45 ഒരു 50 മിനിറ്റ് ഒരു ഫ്രീ ആയി വിട്ടു. മീൻസ് അത് മരവിക്കാനുള്ള മരുന്ന് പിടിക്കാനൊക്കെ വിട്ടു കേട്ടോ. പക്ഷേ കുഞ്ഞാണെങ്കിൽ കുഞ്ഞു പിള്ളേരല്ലേ, കുഞ്ഞു കുട്ടിയൊക്കെ ഒന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവർ പിടിച്ച് വലിച്ച് മരവിക്കാനുള്ള മരുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പോയായിരുന്നെങ്കിലും 2 പ്രാവശ്യം ഒന്നുകൂടെയൊക്കെ തേച്ചിട്ട് നമ്മൾ പിന്നെ 50 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കുത്താൻ പോയി കേട്ടോ. കുത്താൻ പോയപ്പോൾ ഗൺ ഷൂട്ടായിരുന്നു. ഇത് തേച്ചിട്ട് അതിൻ്റെ മരവിക്കലുണ്ടായിരുന്ന അറിയില്ലത്തെ പെയിനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഒരു പെയിനൊന്നും ഇല്ലായിരുന്നു. ഒരു ഗൺ ഷൂട്ട് 2 പ്രാവശ്യം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വീട്ടിൽ വരുമ്പം അതിൻ്റെ മരവിപ്പൊക്കെ കഴിഞ്ഞിട്ട് വേദന വരുമെന്നൊക്കെ വിചാരിച്ചു. ഒരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഓക്കെ ആയിരുന്നു ആൾ, പെയിൻലെസ് ആയതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ഡോക്ടർ അവിടെ തന്നെ ഒരു ക്രീം തരും, 5 ദിവസം തേക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രീം തന്നിരുന്നു. ഞാനത് എത്ര ദിവസം, 2 ദിവസമേ തേച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുവിധം ഓക്കെ ആയി. അപ്പോൾ നമ്മൾ എന്നിട്ട് അവർ 1 മാസം കഴിഞ്ഞിട്ടാണ് കമ്മൽ മാറ്റാൻ പറയുന്നത് കേട്ടോ. അവരവിടെ വെച്ചൊരു മെറ്റലിൻ്റെ ഒരു കുഞ്ഞ് സ്റ്റഡ് പോലത്തെ കമ്മലായിരിക്കും ഇട്ടിരുന്നത്. അപ്പോൾ അത് നമ്മൾ 1 മാസം കഴിഞ്ഞിട്ട് മാറ്റാൻ പറയും. അതുപോലെ നമ്മുടെ ഓയിൽമെൻറ്റ് 5 ദിവസം തേക്കാനാണ് പറഞ്ഞത്. ഞാൻ 2 ദിവസമേ തേച്ചുള്ളൂ കേട്ടോ. അതപ്പം അടുത്ത ദിവസമൊക്കെ ആയപ്പോൾ അതൊരുവിധം ഓക്കെ ആയി. പിന്നെ നമ്മൾ കറക്കി കൊടുക്കാൻ പറയും കേട്ടോ, അതല്ലെങ്കിൽ സ്റ്റക്കായിട്ടിരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ കുഞ്ഞ് കമ്മൽ ചെറുതായിട്ടൊന്ന് കറക്കി കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റക്കായിട്ടിരുന്നാൽ പിന്നെ അത് ഊരാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ കാത് കുത്തിയപ്പോഴും അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചത് കേട്ടോ. അത് കഴിഞ്ഞിട്ടായിരുന്നു ഭയങ്കര ടാസ്ക് എന്ന് പറയുന്നത്. കാരണം നമ്മൾ സ്വർണ്ണ കമ്മലിടണ്ടേ, സ്വർണ്ണ കമ്മലിടുന്നത് ഒരു ഭയങ്കര ടാസ്ക് ആയിരുന്നു. കാരണം നമ്മൾ ഇപ്പം നിലവിലിട്ടിരിക്കുന്ന ഒരു മെറ്റൽ കൊടുത്ത കമ്മലെന്ന് പറഞ്ഞാൽ ഊരാൻ ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സിമ്പിൾ ട്രിക്ക് പ്രയോഗിച്ചു. അതുവഴി എനിക്കത് പെട്ടെന്ന് ഊരാൻ. മെയിനായിട്ട് ഞാൻ കുഞ്ഞ് ഉറങ്ങിക്കിടന്നപ്പോഴാണ് കമ്മൽ മാറ്റാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പം ഇതിൽ കാണുന്ന പോലെ നമ്മളെ കുഞ്ഞ് കമ്മലായിരിക്കും. അതാണെങ്കിൽ ഞാൻ ഒരു കട്ടിംഗ് പ്ലെയർ പോലത്തെ ഒരു സാധനം ഉണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് ജസ്റ്റ് ആ കുഞ്ഞ് ഹോളിലൊന്ന് കറക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് അത് ഊരാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടാണ് ഊരി എടുക്കാൻ നോക്കുന്നതെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അത് കുഞ്ഞിനും വേദന ഉണ്ടാക്കും, കുഞ്ഞ് ഒന്നും സമ്മതിക്കത്തുമില്ല, അങ്ങനെ ഭയങ്കര പാടായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഊരാൻ ശ്രമിക്കുന്നവർ ഇതുപോലത്തെ കട്ടിംഗ് പ്ലെയർ എന്ന് പറഞ്ഞൊരു കുഞ്ഞ് സാധനമൊക്കെ ഉണ്ടെങ്കിലേ അത് വെച്ച് ചെറുതായിട്ടൊന്ന് കറക്കി കൊടുത്താൽ മതി, അത് പെട്ടെന്ന് ഊരി വരും കേട്ടോ. അതുപോലെ നമ്മൾ സ്വർണ്ണ കമ്മൽ വാങ്ങുമ്പോൾ എന്നോട് ചിലർ പറഞ്ഞായിരുന്നു കുഞ്ഞു കമ്മൽ വാങ്ങണം, മറ്റേ തണ്ടൊക്കെ നല്ല തിന്നായിരിക്കണമെങ്കിൽ നമ്മളെ കുഞ്ഞിന് ഇടുമ്പം വേദന കാണത്തില്ല, അല്ലെങ്കിൽ കുഞ്ഞിന് നല്ല വേദന ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ ഞാൻ ജ്വല്ലറിയിൽ പോയപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ നല്ല കുഞ്ഞ് ഇതാണെങ്കിലേ നമ്മൾ പിന്നെ കുറേ ദിവസം കഴിഞ്ഞ് മാറ്റുമ്പോൾ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല, കാരണം ആ ഹോളങ്ങ് അടഞ്ഞു പോവും, അങ്ങനെയൊക്കെ പറഞ്ഞു. അവസാനം ഞാൻ തന്നെ ഒരു മീഡിയം, ഇതുപോലത്തെ ഒരു കുഞ്ഞ് മീഡിയം കമ്മലാണ് വാങ്ങിയത് കേട്ടോ.
അത്യാവശ്യം തണ്ട് നീളവും ഉണ്ട് കട്ടിയുണ്ട് അങ്ങനത്തെ കമ്മലാണ് വാങ്ങിയത്. അവിടെ ഞാൻ വേറൊരു ട്രിക്ക് നോക്കി കേട്ടോ. ഞാൻ ആദ്യം ബാക്കിലുള്ള ആണിയാണ് ആദ്യം ഇട്ട് കൊടുത്തത്. ബാക്കിലുള്ള ആണിയാകുമ്പോൾ കുറച്ച് നമ്മുടെ തിക്നെസ്സൊക്കെ കുറവായിരിക്കില്ലേ. അപ്പോൾ ഞാൻ ആദ്യം ബാക്കിലുള്ള ആണി ഇട്ട് കൊടുത്തിട്ട് ഫ്രണ്ടിലത്ത് വെച്ച് കറക്കി കറക്കി കൊടുക്കുകയാണ് ചെയ്തത് കേട്ടോ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് അതിടാൻ പറ്റി. അങ്ങനെ ഞാൻ ഈസി ആയിട്ട് ഇട്ട് കൊടുത്തത് കേട്ടോ. പിന്നെ ഉറങ്ങാൻ നേരത്ത് പുതിയ കമ്മലൊക്കെ മാറ്റുന്നതാണ് നല്ലത്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അല്ലാതെ ഇരിക്കുമ്പോൾ അവർ സമ്മതിക്കത്തില്ല. അപ്പോൾ നമ്മൾ കുറേ പാടായിരിക്കും. അങ്ങനെ ഞാൻ ഈസി ആയിട്ട് ഈ മെത്തേഡൊക്കെ വെച്ചിട്ടാണ് കേട്ടോ കമ്മൽ ഈസി ആയിട്ടൊക്കെ മാറ്റിയത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കുഞ്ഞു പിള്ളേരായതുകൊണ്ട് അവർ ആണി പെട്ടെന്ന് കളയാൻ ചാൻസ് ഉണ്ട്. ഞാനാണെങ്കിൽ ഒരു നെയിൽ പോളിഷ് ആ ആണിയിൽ കുഞ്ഞ് നെയിൽ പോളിഷ് ഒന്ന് പുരട്ടി കൊടുത്തിട്ടാണ് ആണിയാക്കിയത്. അതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനെ ആണി കളയണ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. ആദ്യം ഇട്ട് കൊടുത്തപ്പോൾ 2-3 പ്രാവശ്യം ആണി കളഞ്ഞായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ വീണ്ടും അടുത്ത് ഇട്ട് കൊടുത്തപ്പോൾ കുഞ്ഞ് നെയിൽ പോളിഷ് ഒന്ന് ആണിയിൽ തേച്ചിട്ടാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം എനിക്ക് ആണി കളഞ്ഞിട്ടും അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെയാണ് ഞാൻ കാത് കുത്തിയപ്പോൾ ശ്രദ്ധിച്ചത് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.